morning, children. Welcome to our science class. How are you? All are fine? Okay, very good. Today we are going to study a new chapter in our science textbook. Chapter 2, Safety and First Aid. Safety and First Aid. All of you take your textbook page number 148. 148. In this chapter, Safety and First Aid. Okay, are you ready? In this chapter, we will discuss about safety rules and first aids. Safety rules at home, safety rules in the classroom, and safety rules on the playground, on the road, etc. Okay, we see many accidents on the roads, and schools, at our homes, etc. Okay, many accidents, road accidents, and other accidents also. Okay, accidents can take place anywhere and anytime. You can get hurt at home, in the classroom, rushing down the stairs, on the playground, or while crossing the road. ആക്സിഡൻസ് എന്ന് പറയുന്നത് എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, വീട്ടിൽ വെച്ചോ, ക്ലാസ് റൂമുകളിൽ വെച്ചോ, റഷിംഗ് സ്റ്റെയർകേസ്, തിരക്ക് പിടിച്ച് സ്റ്റെയർകേസ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും, അതുപോലെ പ്ലേ ഗ്രൗണ്ടിൽ, കളിസ്ഥലങ്ങളിലും, റോഡ് ക്രോസ് ചെയ്യുമ്പോഴും എല്ലാം ആക്സിഡൻറ്റ്സ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മോസ്റ്റ് ആക്സിഡൻറ്റ്സ് ടേക്ക് പ്ലേസ് വെൻ പീപ്പിൾ ആർ കെയർലെസ് ഓർ ഇൻ എ ഹറി. ആക്സിഡൻറ്റ്സ് ക്യാൻ പ്രിവെൻറ്റ് ഇഫ് വി ആർ കെയർഫുൾ. മിക്ക ആക്സിഡൻറ്റ്സും സംഭവിക്കുന്നത് ആളുകളുടെ ശ്രദ്ധക്കുറവ് കാരണമാണ്. ശ്രദ്ധക്കുറവും അതുപോലെ അവരുടെ ഹറി, തിരക്ക് പിടിച്ച പ്രവൃത്തികളുമൊക്കെയാണ് ആക്സിഡൻറ്റ്സിന് കാരണമാവുന്നത്. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധയോടെ കെയർഫുള്ളായിട്ടിരുന്ന് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, all of you look at the picture, name these objects that can cause accidents. Okay, first you see 3 pictures in this page. First one, matchbox, matchsticks. Okay, then second one, blade, third one, gas. ഈ 3 സംഭവങ്ങളും നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ 100% സാധ്യതയുള്ള വസ്തുക്കളാണ്. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 149. 149, next page. Let us learn about some safety rules that we must follow to avoid accidents. Safety rules are followed on good. We must follow them. Okay, ആക്സിഡൻറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആക്സിഡൻറ്റ്സ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കുറച്ച് സേഫ്റ്റി റൂൾസാണ് ഇനി പറയുന്നത്. എല്ലാവരും ഈ സേഫ്റ്റി റൂൾസ് ഫോളോ ചെയ്യണം. ഓക്കെ, അറ്റ് ഹോം നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി റൂൾസ്.
Do not use sharp things such as knife and blades in the absence of an adult around you. ഷാർപ്പൺ തിങ്സ് ആയിട്ടുള്ള നൈഫ്, കത്തി, ബ്ലേഡ് പോലുള്ള ഷാർപ്പ് തിങ്സ് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും അഡൽട്ട്സ്, നിങ്ങളുടെ വീട്ടിൽ പാരൻസ് ഇല്ലാത്ത സമയത്ത്, പാരൻസിൻ്റെ അഭാവത്തിൽ ഒരിക്കലും ഇതുപോലുള്ള ഷാർപ്പ് തിങ്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല, എടുക്കാനേ പാടില്ല. ഷാർപ്പ് തിങ്സ്, കത്തി, ബ്ലേഡ് ഒക്കെ എടുത്ത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ മുറിയും. കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ബ്ലഡ് പോവും. അതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും അവിടെ ആരും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം. ഷാർപ്പ് തിങ്സ് കുട്ടികൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. The next one, do not light matchsticks and candles when no adults are around you. അതുപോലെ matchsticks and candles, നിങ്ങളൊരിക്കലും തീപ്പെട്ടി ഉരയ്ക്കാൻ പാടില്ല. തീപ്പെട്ടി എടുത്ത്, തീപ്പെട്ടിക്കുളം എടുത്ത് ഉരച്ച് കഴിഞ്ഞാൽ എന്താവും? തീ ഉണ്ടാവും. ഇങ്ങനെ തീപ്പെട്ടി എടുത്തിട്ട്, മാച്ച് സ്റ്റിക്ക് എടുത്തിട്ട് ഉരച്ച് ക്യാൻഡിൽസ്, മെഴുകുതിരികൾ കത്തിക്കാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ അടുത്തില്ലാത്ത സമയത്ത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അബദ്ധവശാൽ ഈ തീ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടാകെ കത്തി നശിക്കും. വീട് കത്തി നശിക്കുന്നത് കൂടെ ആരാണോ ആ പ്രവൃത്തി ചെയ്തത് അയാളും അയാളുടെ ദേഹവും പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. വലിയ അപകടങ്ങളിലേക്ക് അത് പോവും. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും മാച്ച് സ്റ്റിക്സ് എടുത്ത് ഉരച്ച് അതുപോലെ തീ ഉപയോഗിച്ച് മറ്റൊരു പ്രവൃത്തികളും കുട്ടികൾ ചെയ്യാൻ പാടില്ല. ദെൻ നെക്സ്റ്റ്, തേർഡ് വൺ, ടു നോട്ട് റൺ ഓൺ എ സ്റ്റെയർകേസ്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ സ്റ്റെയർകേസ് ഒരിക്കലും ഓടി കയറാനോ ഓടി ഇറങ്ങാനോ പാടില്ല. ഓക്കെ, ഓടി കയറിയാലും ഓടി ഇറങ്ങിയാലും അത് സ്റ്റെപ്പ് കാല് തെന്നി സ്ലിപ്പായി താഴോട്ട് വീണ് വലിയ തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാനും ചിലപ്പോൾ അത് മരണത്തിന് വരെ സാധ്യതയാവും. ഒരിക്കലും സ്റ്റെയർകേസ് ഓടി കയറുകയോ ഓടി ഇറങ്ങുകയോ ചെയ്യാൻ പാടില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഡു നോട്ട് ടച്ച് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, സ്വിച്ചസ് ആൻഡ് പ്ലഗ്സ് വിത്ത് വെറ്റ് ഹാൻഡ്സ്. യു മേ ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക്. അതുപോലെ നിങ്ങൾ ഒരിക്കലും നനഞ്ഞ കൈകൾ കൊണ്ട്, നനവുള്ള കൈകൾ കൊണ്ട്, വെറ്റ് ഹാൻഡ് കൊണ്ട് ഒരിക്കലും ഇലക്ട്രിക്കൽ സ്വിച്ചസ്, അല്ലേ സ്വിച്ചില്ലേ നിങ്ങളുടെ വീട്ടിൽ, ലൈറ്റ് ഫാനൊക്കെ നമ്മളിടാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഇടാറില്ലേ, ഈ ഒരിക്കലും നനഞ്ഞ കൈ കൊണ്ട് പോയിട്ട് സ്വിച്ച് ഇടാൻ പാടില്ല. അതുപോലെ സ്വിച്ച് ഇടുന്നത് മാത്രമല്ല, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിപ്പിക്കരുത്, പ്രത്യേകിച്ച് നനഞ്ഞ കൈകൾ കൊണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഷോക്ക് അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും. വളരെ വലിയ അപകടമാണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നനഞ്ഞ കൈകൾ കൊണ്ട് സ്വിച്ച്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് യൂസ് ചെയ്യാനോ സ്വിച്ച് ഇടാനോ ഒന്നും പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡു നോട്ട് ലേൺ ഫോർ എ ബാൽക്കണി. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ കയറി ബാൽക്കണിയിൽ ഇരുന്നിട്ട് പഠിക്കാനോ അതുപോലുള്ള എന്ത് പ്രവൃത്തികളോ എന്ത് അഭ്യാസങ്ങളും നിങ്ങൾ കാണിക്കാൻ പാടില്ല. ബാൽക്കണിയിൽ നിന്നും തെന്നി താഴോട്ട് വീണ് അപകടങ്ങൾ സംഭവിക്കാം. ഓക്കെ, വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ, ഡു നോട്ട് ത്രോ ഫ്രൂട്ട് പീൽ എനിവർ. അതുപോലെ ഫ്രൂട്ട്സ് പീൽ, പഴങ്ങളുടെ തൊലി, ഫോർ എക്സാമ്പിൾ ബനാന, ഇങ്ങനെയുള്ള പഴങ്ങളുടെ തൊലി വീടിൻ്റെ പരിസരത്ത് എവിടെയും നിങ്ങൾ, വീടിൻ്റെ പരിസരത്തോ റോട്ടിലോ എവിടെയും നിങ്ങൾ വലിച്ചെറിയാൻ പാടില്ല. കാരണം ആ ഫ്രൂട്ട് പീലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലിപ്പായി തറയിൽ തട്ടി വീണ് വലിയ അപകടങ്ങളിലേക്ക് അത് നയിക്കും. അപ്പോൾ അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കുക. വൺസ് അഗെയിൻ, do not use sharp things such as knife and blades in the absence of an adult around you.
Do not light matchsticks and candles when no adults are around you. Do not run on staircase. Do not touch electrical appliances, switches and plugs with wet hands. You may get an electric shock. Do not land from a balcony. Do not throw fruit peel anywhere. All of you understand? Okay, next we are going to discuss some points. Do not leave your toys, school bags, shoes and other things on the floor. You or someone else might trip over then and fall. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ടോയ്സ്, അതുപോലെ ഷൂസ്, സ്കൂൾ ബാഗ്സ് തുടങ്ങിയ വസ്തുക്കൾ ഒരിക്കലും നിങ്ങൾ വീടിനകത്ത് അവിടെ ഇവിടെ അലക്ഷ്യമായി വെക്കരുത്, അവിടെ ഇവിടെ ഇടരുത്. ഇതെല്ലാം വെക്കാൻ കറക്റ്റായിട്ടുള്ള പ്ലേസിൽ മാത്രം കൊണ്ട് വെക്കുക. ഇങ്ങനെ വീട്ടിൽ തറയിൽ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലുമോ ആ ടോയ്സിലോ അല്ലെങ്കിൽ ആ ബാഗിലോ അതുപോലെ നിങ്ങളുടെ ഷൂസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് കാണാതെ അവിടെ വന്ന് അതിൽ തട്ടി മറിഞ്ഞ് വീണ് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ അതിൻ്റേതായ പ്ലേസിൽ മാത്രം വെക്കുക. Then next one, avoid touching hot pans, steaming kettles and heaters. അതുപോലെ നിങ്ങൾ ആ ഹോട്ട് പാൻസ്, ചൂടുള്ള പാനുകളോ അതുപോലെ കെറ്റിലുകളോ, സ്റ്റീമിങ് കെറ്റിലില്ലേ, ഈ കെറ്റില്, ഹീറ്റർ, ഇതൊന്നും ഒരിക്കലും പോയി ടച്ച് ചെയ്യരുത്. അതൊക്കെ ചൂടായിട്ട് നിൽക്കുന്ന വസ്തുക്കളാണ്. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ പൊള്ളി മുറിവ് പറ്റും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, നെവർ ടേക്ക് എനി മെഡിസിൻസ് ഓൺ യുവർ ഓൺ. ഒരിക്കലും നിങ്ങൾ ഒരു മെഡിസിനും നിങ്ങൾ തനിയെ എടുത്ത് കഴിക്കാൻ പാടില്ല. നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് എന്ത് മെഡിസിനാണോ നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നെങ്കിൽ ആ മെഡിസിൻ നിങ്ങളുടെ പാരൻസ് മാത്രം നിങ്ങൾക്ക് എടുത്ത് തരുന്ന സമയത്ത് നിങ്ങൾ കഴിക്കുക. ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു മെഡിസിൻസും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. Okay, then children, next point in the classroom. Okay, safety rules in the classroom. Classroomil ശ്രദ്ധിക്കേണ്ട safety rules. Okay, listen. Do not run around in the classroom. Use a sharpener to sharpen your pencils. Keep your bags and water bottles in proper places. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഓടിക്കളിക്കാൻ പാടില്ല. ഓടിക്കളിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളുമായി കൂട്ടിയിടിക്കാനും അതുപോലെ ബെഞ്ചിൽ ഡെസ്കിലൊക്കെ പോയി തട്ടി വീഴാനും ചുമരുകളിൽ പോയി തലയിടിച്ച് വീഴാനും ഒക്കെ കാരണമാവും. ഇതെല്ലാം അപകടങ്ങളിലേക്ക് നയിക്കും. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും ക്ലാസ് റൂമുകളിൽ ഓടിക്കളിക്കാൻ പാടില്ല. ദെൻ ഷാർപ്പ് യുവർ പെൻസിൽസ്. നിങ്ങളുടെ പെൻസിൽ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാർപ്പ്നർ മാത്രം യൂസ് ചെയ്യുക. ഒരിക്കലും ബ്ലേഡോ കത്തിയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കീപ്പ് യുവർ ബാഗ്സ് ആൻഡ് വാട്ടർ ബോട്ടിൽസ് ഇൻ പ്രോപ്പർ പ്ലേസ്. നിങ്ങളുടെ ബാഗുകളും വാട്ടർ ബോട്ടിലും വെക്കാനുള്ള ഒരു പ്ലേസ് നിങ്ങളുടെ ക്ലാസ് റൂമിലുണ്ടാവും. അവിടെ മാത്രം സേഫായിട്ട് അതെല്ലാം വെച്ചിരിക്കുക. ക്ലാസ്സിൽ അലക്ഷ്യമായി അവിടെയും ഇവിടെയും ഈ ബാഗ്സും വാട്ടർ ബോട്ടിൽസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മറ്റു കുട്ടികളും നിങ്ങളും തട്ടി വീഴാനും അപകടം സംഭവിക്കാനും സാധ്യത ഉണ്ട്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് നെക്സ്റ്റ് പേജ് നമ്പർ 150. On the playground. Safety rules on the playground. First one, do not play near hedges or barbed wires. Okay, barbed wires. Wait for your turn on the swing on the seesaw. Do not stand the seesaw. Do not push others. ഓക്കെ, അപ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ
മുള്ള് കമ്പി കൊണ്ട് വേലി കെട്ടിയ സ്ഥലങ്ങളിലും അതുപോലുള്ള വേലികളുള്ള സ്ഥലങ്ങളിലൊന്നും പോയി നിങ്ങൾ കളിക്കാൻ പാടില്ല. അതെല്ലാം നിങ്ങളുടെ ദേഹത്ത് തുളച്ച് കയറി നിങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കും. ദെൻ അതുപോലെ നിങ്ങൾ സീസോയിലും ഊഞ്ഞാലിലും അതുപോലെ സീസോ അല്ലേ, ഒരറ്റത്തൊരാളും ഇരുന്ന് ഇങ്ങനെ പൊങ്ങിയും താവുകയും ചെയ്യുന്ന സീസോ, അങ്ങനെയുള്ള ഗെയിംസിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സമാധാനത്തോടെ ക്യൂ ആയിട്ട് നിന്ന് നിങ്ങളുടെ ഊഴം എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അവിടെ പോയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ ഊഞ്ഞാല വന്ന് നിങ്ങളുടെ ദേഹത്തിരിക്കാനും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. ഡു നോട്ട് സ്റ്റാൻഡ് ആൻഡ് സ്വിങ്. ഒരിക്കലും ഊഞ്ഞാലിൽ എണീറ്റ് നിന്നുകൊണ്ട് നിങ്ങൾ ആടരുത്. അതുപോലെ ഊഞ്ഞാൽ ആടുന്ന ആളുകളുടെ മുന്നിൽ പോയി നിൽക്കുകയും ചെയ്യരുത്. ഓക്കെ. ദെൻ ടു നോട്ട് പുഷ് അതേഴ്സ്. ഒരിക്കലും നിങ്ങൾ ഒരാളെയും പുഷ് ചെയ്യരുത്. ഓക്കെ, തള്ളിയിടരുത്. തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ആരെയും നിങ്ങൾ പുഷ് ചെയ്യരുത്, തള്ളിയിടാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓൺ ദ റോഡ്. ഇനി റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓൾവേസ് വാക്ക് ഓൺ ദ ഫുട് പാത്ത്. Cross the road only at zebra crossing. While crossing the road, look to your right, then to your left, and again to your right. Cross the road only when the traffic stops. Keep to your left while riding a bicycle. Do not get into or get down from a moving bus. Always stand in a queue and wait for your turn. Never play on the road. Okay, listen. Always walk on the footpath. എപ്പോഴും നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ഫുട്പാത്തിലൂടെ മാത്രം നടക്കാൻ ശ്രദ്ധിക്കുക. റോഡിൻ്റെ രണ്ട് സൈഡിലും ആളുകൾക്ക് നടന്നു പോകാനുള്ള ഫുട്പാത്ത് ഉണ്ടാവും. ഈ ഫുട്പാത്തിലൂടെ മാത്രം വേണം നമ്മൾ നടക്കാൻ. ഒരിക്കലും റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ പാടില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ വന്ന് നമ്മളെ ഇടിച്ച് തെറിപ്പിക്കും. ദെൻ അതുപോലെ ക്രോസ് ദ റോഡ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിങ്. നമ്മൾ ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ, സീബ്ര ക്രോസിംഗ് ഉള്ള റോഡാണെങ്കിൽ സീബ്ര ക്രോസിങ്ങിലൂടെ മാത്രം ക്രോസ് ചെയ്യുക. ഡു യു നോ സീബ്ര ക്രോസിങ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് റോഡിൽ ഇട്ടിട്ടുള്ള കണ്ടിട്ടില്ല? സീബ്രയുടെ കളറിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ്. ആ ലൈൻസിലൂടെ മാത്രം ക്രോസ് ചെയ്യാം. ആ ലൈൻസിലൂടെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ വണ്ടികളൊന്നും വന്ന് ഇടിക്കില്ല. ആ സീബ്ര ക്രോസിങ് എത്തുമ്പോഴേക്കും രണ്ട് സൈഡിൽ നിന്നും വരുന്ന വണ്ടികൾ സ്പീഡ് കുറച്ചേ വരുള്ളൂ. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ വണ്ടി കൊണ്ട് പോവുള്ളൂ. ഓക്കെ. ദെൻ ഇനി നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ സീബ്ര ക്രോസിംഗ് ഇല്ലാത്ത ഭാഗങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുക, വണ്ടി വരുന്നുണ്ടോ ഇല്ല. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക, വണ്ടി വരുന്നുണ്ടോ ഇല്ല. അപ്പോൾ ഉടനെ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഓടരുത്. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഫസ്റ്റ് നോക്കി, ദെൻ ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും നോക്കി, എഗെയിൻ വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒരു പ്രാവശ്യം കൂടി നോക്കി. അതിന് ശേഷം മാത്രം റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ വണ്ടിയൊന്നും വരുന്നില്ല, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ വണ്ടിയൊന്നും വരുന്നില്ല. ആ സമയം കൊണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് വീണ്ടും വണ്ടി വരുന്നുണ്ടോ ഒന്നുകൂടെ നോക്കിയതിന് ശേഷം മാത്രം റോഡ് ക്രോസ് ചെയ്ത് പോവുക. അതുപോലെ റോഡിലൂടെ നിങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടുന്ന കുട്ടികളാണ്. അപ്പം നിങ്ങൾ സൈക്കിൾ ചവിട്ടുമ്പോൾ നിങ്ങൾ റോഡിലൂടെ സൈക്കിൾ ചവിട്ടുമ്പോൾ ഏത് സൈഡിലൂടെയാണ് ചവിട്ടേണ്ടത്? യെസ്, ലെഫ്റ്റ് സൈഡിലാണ്, ഇടത് ഭാഗത്തുകൂടെ മാത്രമേ സൈക്കിൾ ചവിട്ടാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾ റൈറ്റ് സൈഡിലൂടെ മാത്രമേ നടന്നു പോകുമ്പോൾ പാടുള്ളൂ. വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡിലൂടെയാണ് പോവേണ്ടത്. ഓക്കെ. അതുപോലെ നിങ്ങൾ ബസ്സിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിൽ, സ്കൂൾ ബസ് ആണെങ്കിലും ഏത് ബസ്സാണെങ്കിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ചാടി ഇറങ്ങാനോ ചാടി കയറാനോ പാടില്ല. എപ്പോഴും ബസ്സിൽ കയറാൻ നിങ്ങൾ തിക്കും തിരക്കും കൂട്ടാതെ ക്യൂ ആയിട്ട് നിൽക്കുക. ക്യൂ ആയി നിന്നതിന് ശേഷം ബസ്സിലേക്ക് കയറുക. ക്യൂ ആയിട്ട് തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങുക. ഒരിക്കലും മൂവിങ് വെഹിക്കിൾസിൽ നിന്നും ചാടി ഇറങ്ങാനും ചാടി കയറാനും
നിൽക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടിയുടെ ചക്രത്തിൻ്റെ ചുവട്ടിലേക്കാണ് നേരെ തെറിച്ച് പോവുക. പിന്നെ എന്താ പറയേണ്ടത്, എന്താ സംഭവിക്കാമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. ദെൻ നെവർ പ്ലേ ഓൺ ദ റോഡ്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും റോട്ടിൽ കളിക്കാൻ പാടില്ല. ഇപ്പം തിരക്ക് കുറഞ്ഞ റോഡാണ്, വല്ലപ്പോഴും വരുന്ന വെഹിക്കിൾസ് മാത്രമേ ഉള്ളൂ, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഒരിക്കലും റോട്ടിലിറങ്ങി കളിക്കാൻ പാടില്ല. ഓക്കെ. Okay, next point, first aid. Do you study first aid in your second standard EVS book? Yes. എന്താ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ അല്ലേ. നമ്മൾ ആക്സിഡൻറ്റ് സംഭവിച്ച ആളുകൾക്ക് ആദ്യം നൽകുന്ന ശുശ്രൂഷ, അതാണ് ഫസ്റ്റ് എയ്ഡ്. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുന്നതിന് മുമ്പ് അവർക്ക് നമ്മൾ നൽകുന്ന ശുശ്രൂഷയാണ് ഫസ്റ്റ് എയ്ഡ്. ഓക്കെ. സിൻസ് ആക്സിഡൻറ്റ്സ് ഡു ടേക്ക് പ്ലേസ്, വി മസ്റ്റ് നോ വാട്ട് വി ഷുഡ് വി വെൻ someone gets hurt. The immediate help given to an injured person is called first aid. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ച് അപകടം, അതായത് അപകടം സംഭവിച്ച മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആ ആളിന് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ നൽകുന്ന ശുശ്രൂഷയ്ക്ക് പറയുന്ന, ആദ്യമേ നൽകുന്ന ചികിത്സ അല്ലേ, അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം അല്ലേ, അതിന് പറയുന്ന പേരാണ് ഫസ്റ്റ് എയ്ഡ്. ഓക്കെ. റിമെമ്പർ ദ ഫോളോയിങ് തിങ്സ്. ഡു നോട്ട് ഗെറ്റ് ഫ്രൈറ്റൻഡ് ഓർ പാനിക്. Calm down the injured persons. Do not crowd around the person who is hurt. If the person is hurt, make him or her sit down or lie down. If the person is bleeding, clean the wound with an antiseptic lotion. Tie a clean bandage or a hanky over the wound. അപ്പം ആക്സിഡൻറ്റിൽപ്പെട്ട ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും പാനിക് ആവാൻ പാടില്ല, നമ്മൾ ഒരിക്കലും പേടിച്ച് ഓടാൻ പാടില്ല. ഏത് ആക്സിഡൻറ്റ് കണ്ടാലും നമ്മൾ ധൈര്യത്തോടെ ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ. അതുപോലെ ആക്സിഡൻറ്റിൽപ്പെട്ട ആളുകളെ നമ്മൾ സമാധാനിപ്പിക്കുക, അവരെ ശാന്തരാക്കുക, അവരെ ഒരിക്കലും നമ്മൾ പേടിപ്പിക്കാൻ പാടില്ല, അവരെ സമാധാനിപ്പിക്കുക. ഓക്കെ. ദെൻ ആക്സിഡൻറ്റിൽപ്പെട്ട ആളുകളുടെ ചുറ്റിനും ഒരുപാട് ആളുകളും കൂടി നിന്ന് അവർക്ക് ശുദ്ധമായ വായുവും വെളിച്ചവും കിട്ടാത്ത രീതിയിൽ അവരെ പേടിപ്പെടുത്തുന്ന, അവരെ അസ്വസ്ഥരാക്കുന്ന രീതിയിൽ ചുറ്റിനും ആളുകൾ കൂടി നിൽക്കാൻ പാടില്ല. പിന്നെ ആക്സിഡൻറ്റിൽപ്പെട്ട ആളുകൾക്ക് പരിക്ക് കുറച്ച് ഗുരുതരമാണെങ്കിൽ അവരെ അവിടെ തന്നെ കിടത്തുകയോ ഇരുത്തുകയോ ചെയ്യാം. ഓക്കെ. പിന്നെ മുറിവ് പറ്റിയ ആളുകളാണെങ്കിൽ അവരുടെ മുറിവ് നമ്മളെന്ത് ചെയ്യണം, ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷൻ അല്ലേ, കീടാണുകളെ നശിപ്പിക്കുന്ന അല്ലേ ലോഷൻസ് ഇല്ലേ, ഇപ്പം ഡെറ്റോൾ പോലുള്ള ആൻറ്റിസെപ്റ്റിക് ലോഷൻ യൂസ് ചെയ്തിട്ട് ആ മുറിവ് തുടച്ച് ആ മുറിവ് തുടച്ചതിന് ശേഷം എന്ത് ചെയ്യണം, മരുന്ന് വെച്ചിട്ട് ബാൻഡേജ് തുണി കൊണ്ട് ചുറ്റിക്കെട്ടുക, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു ടവലാണെങ്കിൽ അതിൻ്റെ മുകളിൽ ചുറ്റിക്കെട്ടി വെക്കുക. എന്നിട്ട് മാത്രം അവരെ ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കൊണ്ടുപോകും. ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ ചിൽഡ്രൻ, all of you take your page number 151. Okay children, this is your dictation words. First word, first aid. Then accident, careless, electric shock, zebra crossing, antiseptic, bandage. Once again, first aid, accident, careless, electric shock, zebra crossing, antiseptic and bandage. Okay, this
dictation words you write in your notebook. Each words you write 5 times. Okay, children. Exercise A. Tick the correct answer. Okay. All of you take your pencil also. First question. To sharpen pencils, we must use. To sharpen pencils, we must use pair of scissors, knife, sharpener, blade. Which is the correct answer? Yes. Sharpener. Okay. Tick. Sharpener. Okay. Second question. We must cross the road. We must cross the road at the zebra crossing, anywhere on the road where there are vehicles moving by running. Correct answer? Yes, at the zebra crossing. We must cross the road at the zebra crossing. Okay, next question. If a person is injured, we must give him her medicines on our own, calm the person down, leave him or her and walk away, then crouch near the person. If a person is injured, we must calm the person down. Calm the person down. Calm the person down. Okay, next question. We must clean a wound with. We must clean a wound with antiseptic lotion, puddle water, sugar solution, fruits juice. Which is the correct answer? We must clean a wound with antiseptic lotion. That's the correct answer. Antiseptic lotion. Okay. Okay, children. Page number 152. Write for the true statement and T for the true statement and F for the false statement. True or false? All of you take your pencil. Okay, then follow me. First question. We can play in the middle of the road. We can play in the middle of the road. This statement true or false? Yes, false. Okay. റോഡിൻ്റെ നടുക്ക് നിന്ന് കളിക്കാൻ പാടുണ്ടോ? തെറ്റല്ലേ അത്? Okay, you write F for that column. F, capital letter F. Okay. Then question number 2. It is dangerous to play with fire. It is dangerous to play with fire. തീ കൊണ്ട് കളിക്കുന്നത് ഡേഞ്ചറാണ്. Okay, true. You write T for that column, true. Okay. Then third question. It is quite safe to run in the classroom. ക്ലാസ്റൂമിലൂടെ ക്വൈറ്റ് ആയിട്ട് ഓടി കളിക്കാം. പറ്റുമോ? No. Then you write false, F. Next question. It is not dangerous to play with broken glass. കുപ്പിച്ചില്ല് കൊണ്ട് കളിക്കുന്നത് ഡേഞ്ചർ അല്ല. This statement is true or false? False. കുപ്പിച്ചില്ല് കൊണ്ട് കളിക്കുന്നത് ഡേഞ്ചർ ആണ്. Then you write F. False. Okay. Next question. Be careful while using sharp instruments. Sharp instruments use ചെയ്യുമ്പം നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. That statement true. You write T for that column. Okay. Okay, children.
This chapter is over. In this chapter's question and answers will send you a WhatsApp group. Then you write your dictation words and this chapter read 3 times. Okay. We will meet our next GS class. Okay.